മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വമ്പൻ സിനിമ വരുന്നു. കത്തനാർ റിലീസ് അപ്ഡേറ്റും ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസും. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ആൽഫ എന്ന ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 58 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 45,62 ലക്ഷം രൂപയും സ്വന്തമാക്കിയ ആൽഫയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 64,34 ലക്ഷം രൂപയാണ്. 110 കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ബാലൻ എന്ന മലയാള ചിത്രത്തിന്റെ ആദ്യ 18 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 18 ദിവസങ്ങൾ കൊണ്ട് 16,93 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 33,10 ലക്ഷം രൂപയുമാണ് ബാലൻ 18 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 12 കോടി രൂപ ബഡ്ജറ്റ് വന്ന ബാലനിൽ നിന്നും 15,45 ലക്ഷം രൂപയോളം പ്രൊഡ്യൂസർക്ക് ഷെയർ ഇനത്തിൽ ലഭിച്ചിട്ടുമുണ്ട്. ബോളിവുഡിൽ നിന്നും ഷാഹിദ് കപൂർ നായകനായിട്ടെത്തിയ കോക്ടെയിൽ 2 എന്ന ചിത്രം റിലീസിനെത്തി 18 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 38 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 111,50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 18 ദിവസങ്ങൾ കൊണ്ട് 141 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 150 കോടി രൂപയോളമാണ് കോക്ടെയിൽ 2വിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. ഗാട്ട ഗുസ്തി 2 എന്ന ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 72 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്നും 16,26 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്നും 3,90 ലക്ഷം രൂപയും സ്വന്തമാക്കിയ ഗാട്ട ഗുസ്തി 2വിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 22,50 ലക്ഷം രൂപയാണ്. 25 കോടി രൂപയോളമാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ്. നാഗബന്ധം എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 25 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 9,84 ലക്ഷം രൂപയും സ്വന്തമാക്കിയ നാഗബന്ധത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 14,94 ലക്ഷം രൂപയോളമാണ്. ഏതാണ്ട് 100 കോടി രൂപയോളമാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ്. അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ വെൽക്കം ടു ദ ജംഗിൾ എന്ന സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ 11 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 21 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 141 കോടി രൂപയും സ്വന്തമാക്കിയ വെൽക്കം ടു ദ ജംഗിളിന്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 171,65 ലക്ഷം രൂപയോളമാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 150 കോടി രൂപ. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2 റിലീസിനെത്താൻ ഇനി 100 ദിവസങ്ങൾ മാത്രം. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കേരള തിയേറ്റർ വിതരണാവകാശത്തെ ചൊല്ലി ചൂടുപിടിക്കുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്ന ജയിലർ 2വിന്റെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കാൻ 5 പ്രമുഖ കമ്പനികൾ സൺ പിക്ചേഴ്സുമായി ചർച്ചകൾ നടത്തിയെന്നും അതും ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കാവുന്ന റെക്കോർഡ് തുകയുമായി. എങ്കിലും കൃത്യമായി ഇതുവരെ റിലീസ് റൈറ്റ്സ് സൺ പിക്ചേഴ്സ് നൽകിയിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും വൻ ഹൈപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ജയിലർ 2വിന്റെ റിലീസിനായി നമുക്ക് വരുന്ന ഒക്ടോബർ 15 വരെ കാത്തിരിക്കാം. ജയസൂര്യ നായകനാക്കി രതീഷ് വേഗ സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ഓപ്പറേഷൻ ട്രാൽ. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന് വേണ്ടി ജോബി ജോർജ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജയസൂര്യയ്ക്കൊപ്പം ഋതിക സിംഗ്, വിനയ് റായി, അമ്രിയ ഡെസ്റ്റർ, സായ് കുമാർ, സിദ്ദിഖ്, ആൻസൺ പോൾ, നന്ദു ആനന്ദ്, മുരളി വർമ്മ തുടങ്ങിയവരാണ് ഓപ്പറേഷൻ ട്രാലിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. രതീഷ് വേഗ തന്നെ തിരക്കഥ, മ്യൂസിക്, സംവിധാനം എന്നിവ നിർവഹിക്കുമ്പോൾ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ഷെഫീഖ് വീബിയും സിനിമാറ്റോഗ്രാഫി നവീൻ നജോസും. കാത്തിരിക്കാം ഓപ്പറേഷൻ ട്രാലിന്റെ കൂടുതൽ അപ്ഡേറ്റ്. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് തെലുങ്കു പാൻ ഇന്ത്യൻ സിനിമയാണ് സ്പിരിറ്റ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പ്രഭാസും തൃപ്തി ദിമ്രിയും ഒന്നിച്ചുള്ള ഒരു റൊമാന്റിക് സോങ്ങിന്റെ ചിത്രീകരണമാണ് സ്പിരിറ്റിന്റേതായി നടന്നു വരുന്നത്. ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് ഹർഷവർദ്ധൻ രാമേശ്വറാണ്. 2027 മാർച്ച് മാസം 5-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ സ്പിരിറ്റ് റിലീസിനെത്തും. ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി ഫ്ലോപ്പായി മാറിയ ഒരു DC ചിത്രമാണ് സൂപ്പർ ഗേൾ. ഏകദേശം $180 മില്യൺ ബഡ്ജറ്റിലെത്തിയ സൂപ്പർ ഗേളിന് $99 മില്യൺ കളക്ഷൻ മാത്രമാണ് ലോകമെമ്പാടും നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇപ്പോഴത്തെ ഈ ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജൂലൈ 28 മുതൽ സൂപ്പർ ഗേൾ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിമനോഹരം. ലവ്ലാജൻ എന്ന ക്രൈസി പോലീസ് ഓഫീസറുടെ വേഷത്തിൽ ലാലേട്ടൻ എത്തുന്ന ഈ ചിത്രത്തിന്റെ 70% ചിത്രീകരണം ഓൾറെഡി പൂർത്തിയായിരുന്നു. നിലവിൽ എറണാകുളത്ത് വെച്ച് ചിത്രീകരണം നടന്നു വരുന്ന അതിമനോഹരത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ചിത്രീകരണത്തിന് വരുന്ന ജൂലൈ 24 മുതൽ മുംബൈയിൽ വെച്ച് തുടക്കമാകും. ജൂലൈ 24 മുതൽ 26 വരെയുള്ള 6 ദിവസങ്ങളിലായിട്ടാവും മുംബൈയിലെ അതിമനോഹരത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ നടക്കുക. അതിനുശേഷം ശബരിമല, എറണാകുളം, ഇടുക്കി എന്നിവിടങ്ങളിലായും അതിമനോഹരത്തിന് ഷൂട്ടുണ്ട്. ലാലേട്ടനൊപ്പം മീര ജാസ്മിൻ, ഇർഷാദ്, ജഗദീഷ്, മനോജ് കെ ജയൻ, ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അതിമനോഹരം ഈ വർഷം ഡിസംബർ 24-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ഷെയ്ൻ നിഗം നായകനായിട്ടെത്തിയ ഒരു മലയാളം തമിഴ് ബയോലിംഗൽ സിനിമയാണ് ബൾട്ടി. പ്രേക്ഷകരിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിരുന്നെങ്കിൽ കൂടി തിയേറ്ററുകളിൽ ബൾട്ടിക്ക് വിജയിക്കാനായിരുന്നില്ല. ഇപ്പോഴത്തെ ബൾട്ടി OTT റിലീസിലേക്ക് കടക്കുന്നു. സോണി ലിവ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ജൂലൈ 10 മുതൽ ബൾട്ടി സോണി ലിവിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും.
പൃഥ്വിരാജ് സുകുമാരന്റെ കരിയറിൽ തന്നെ വമ്പൻ അനൗൺസ്മെന്റോടുകൂടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പീരീഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കാളിയൻ. നവാഗതനായ എസ് മഹേഷ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഈ സിനിമയുടെ പ്രഖ്യാപനം 2017 പുറത്തു വന്നിരുന്നത്. പിന്നീട് ഈ സിനിമ ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ കാളിയൻ ഉപേക്ഷിച്ചിട്ടില്ല, ചിത്രത്തിന്റെ വർക്കുകൾ ആരംഭിക്കാൻ പോകുന്നു. മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ പ്രശസ്ത നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും കാളിയന്റെ നിർമ്മാണ പങ്കാളിയായി ഉണ്ടാവുമെന്ന തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരനും സത്യരാജും പ്രധാന വേഷങ്ങളിലെത്തുന്ന കാളിയന് മ്യൂസിക് ഒരുക്കുന്നത് രവി ബസ്രൂർ ആണ്. ഉടൻ തന്നെ ഈ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുന്നതായിരിക്കും. രാംചരൺ നായകനായി റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് തെലുങ്കു സിനിമയാണ് പെഡ്ഡി. ചിത്രം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂലൈ 9 മുതൽ പെഡ്ഡി നെറ്റ്ഫ്ലിക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. പാവാട, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്നീ സിനിമകൾക്ക് ശേഷം ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ഓട്ടംതുള്ളൽ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, വിജയരാഘവൻ, ടിനി ടോം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഓട്ടംതുള്ളൽ എന്ന ഈ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ വരുന്ന ജൂലൈ 23 മുതൽ ഓട്ടംതുള്ളൽ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. രൺബീർ കപൂർ, യഷ്, സായി പല്ലവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിതേഷ് തിവാരി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് രാമായണ. 2 ഭാഗങ്ങളിലായി തയ്യാറാവുന്ന ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഈ വർഷം ദീപാവലി റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇന്ത്യയിലെ തിയേറ്റർ വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്ക് ധർമ്മ പ്രൊഡക്ഷൻസ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം രാമായണ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ റിലീസിനെത്തിക്കുന്നത് വാർണർ ബ്രദേഴ്സ് പിക്ചേഴ്സ് ആണ്. വരുന്ന നവംബർ 8 തീയതി 25ലധികം ഭാഷകളിലായി രാമായണ തിയേറ്ററുകളിലേക്ക് എത്തും. ഇതിനൊപ്പം തന്നെ രാമായണയുടെ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് കൂടി ലഭ്യമായിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 18 ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വരുമെന്നാണ് ചില അൺഒഫീഷ്യൽ പേജുകളിൽ സൂചിപ്പിക്കുന്നത്. റീസെന്റായി ഹോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ വിജയം സ്വന്തമാക്കിയ ഒരു ഹൊറർ ഫാന്റസി ത്രില്ലർ സിനിമയാണ് ബാക്ക് റൂംസ്. ഏകദേശം $10 മില്യൺ ബഡ്ജറ്റിൽ തയ്യാറായ ഈ ചിത്രം $350 മില്യൺ കളക്ഷനാണ് ലോകമെമ്പാടും നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോഴത്തെ ബാക്ക് റൂംസ് OTT റിലീസ് ചെയ്തിരിക്കുന്നു. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓപ്ഷനിലാണ് ബാക്ക് റൂംസ് OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ജയസൂര്യയെ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്ത ഒരു ഹൊറർ ഫാന്റസി എപ്പിക് സിനിമയാണ് കത്തനാർ. ഇന്ത്യയിലെ തന്നെ ആദ്യ വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യയിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ഈ ചിത്രത്തിന് 18 മാസത്തോളം നീണ്ട ചിത്രീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന കത്തനാറിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പല ആവർത്തി റിലീസിന് തയ്യാറെടുക്കുകയും എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തീകരിക്കാൻ വൈകുന്നതിനാൽ റിലീസ് നീണ്ടുപോയതുമായ കത്തനാർ ഒടുവിൽ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ഈ വർഷത്തെ മൺസൂൺ റിലീസായി കത്തനാർ വരുമെന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മൺസൂൺ റിലീസും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല വരുന്ന ഒക്ടോബർ മാസത്തിലാവും കത്തനാർ എന്ന ഈ ചിത്രം റിലീസിന് എത്തുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ജയസൂര്യക്കൊപ്പം അനുഷ്ക, പ്രഭുദേവ, സാൻഡി മാസ്റ്റർ, കോട്ടയം രമേശ്, വിനീത് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കത്തനാർ നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഖലീഫ. പൃഥ്വിരാജിനൊപ്പം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ഭാഗമാകുന്ന ഖലീഫയുടെ ചില പാച്ച് വർക്ക് ഷൂട്ട് നേപ്പാളിൽ വെച്ച് നടന്നു വരികയായിരുന്നു. ഇപ്പോഴത്തെ നേപ്പാളിലെ ഷൂട്ടും ഇപ്പോൾ പായ്ക്കപ്പ് ആവുകയും ഇതോടെ ഖലീഫയുടെ പൂർണ്ണമായ ചിത്രീകരണം മൂവി ടീം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഓൾറെഡി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ച സിനിമയുടെ പൂർണ്ണമായ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ജൂലൈ മാസത്തോടെ പൂർത്തീകരിക്കുന്നതായിരിക്കും. തുടർന്നൊരു വമ്പൻ പ്രൊമോഷൻ പരിപാടികൾ തന്നെ ഓഗസ്റ്റിന്റെ തുടക്കത്തിൽ മൂവി ടീം പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. വരുന്ന ഓഗസ്റ്റ് 20 തീയതി ഓണം റിലീസായി ഖലീഫ തിയേറ്ററുകൾ എത്തുകയും ചെയ്യും. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഇനി വരാനിരിക്കുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നും പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്ന മമ്മൂക്ക വീണ്ടും ഒരു പുതുമുഖ സംവിധായകന് വേണ്ടി ഡേറ്റ് നൽകിയിരിക്കുന്നു. പ്രേമലു, കുമ്പളങ്ങി നൈറ്റ്സ്, തണ്ണീർമത്തൻ ദിനങ്ങൾ പോലുള്ള സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ച ഷിബിൻ മുരുകേഷ് ആണ് അരങ്ങേറ്റ ചിത്രത്തിൽ തന്നെ മമ്മൂട്ടിക്കൊപ്പം കൈകോർക്കുന്നത്. ഒരു എക്സ്പെരിമെന്റൽ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി മമ്മൂക്ക തന്നെ. കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ഒരു മലയാളം സിനിമയിലെ ഫ്രെയിമാണ്. ഇത് ഏത് സിനിമയെന്ന് ഉത്തരം കണ്ടെത്തുന്നവർ കമന്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക.